ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡെലിവറി കഴിഞ്ഞിട്ടും നീ ഭയങ്കര മെലിഞ്ഞു പോയല്ലോ, നീ ഭക്ഷണമൊന്നും കഴിക്കലില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കേട്ടത്. സത്യം പറഞ്ഞാൽ ഈ ഡെലിവറി കഴിഞ്ഞാൽ ചില ആൾക്കാർ മെലിയും, ചില ആൾക്കാർ തടി വെക്കും. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് മെലിയുന്നത് നോർമലാണോ? അതെ, ഇത് പല അമ്മമാർക്കും നോർമലാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വെയിറ്റ് ഇങ്ങനെ കുറയുന്നു? എത്ര ഫുഡ് കഴിച്ചാലും നിങ്ങൾ തടി വെക്കുന്നില്ലേ? എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴാണ് ഇത് ഡോക്ടറെ കാണിക്കേണ്ടത്? ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേപോലെ പ്രഗ്നൻസി സമയത്തും ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ കുറേ മാറ്റങ്ങൾ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. കുഞ്ഞിൻ്റെ വെയിറ്റ്, പ്ലാസൻറ്റ, ഫ്ലൂയിഡ്, പിന്നെ എക്സ്ട്രാ ബ്ലഡ് വോളിയം, ഫ്ലൂയിഡ് റിട്ടൻഷൻ, ഇതെല്ലാം പ്രഗ്നൻസി ടൈമിൽ നമ്മളെ വെയിറ്റ് കൂടാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റിൽ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ കുറയും. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യ ആഴ്ചയിൽ തന്നെ വെയിറ്റ് കുറയുന്ന കണ്ടാൽ അത് നോർമലാണ്. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു മദറിന്റെ ബോഡിയിൽ മിൽക്ക് പ്രൊഡക്ഷൻ എനർജി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ വെയിറ്റ് കുറയുന്നത് കൂടുതൽ നോട്ടീസബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന എല്ലാവരും മെലിയുന്നല്ല. ഓരോ അമ്മമാരുടെ ബോഡിയും ഡിഫറൻസ് ആണ്. ചില ആൾക്കാർ മെലിയും, ചില ആൾക്കാർ തടി വെക്കും, ചില ആൾക്കാർ മുമ്പ് എത്രയാണോ വെയിറ്റ് ഉണ്ടായത് അതേ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഡെലിവറിക്ക് മുമ്പ്, പ്രഗ്നൻസിക്ക് മുമ്പ് ഞാനൊരു 47 അങ്ങനെയായിരുന്നു വെയിറ്റ് ഉണ്ടായത്. പിന്നെ ഡെലിവറിയോട് അടുത്ത സമയത്ത് 70 kg ആയി. പിന്നെ ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 50 അങ്ങനെയായി. ഇപ്പോൾ 49 50 എന്താന്ന് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഒരു കുഞ്ഞ് വന്നാൽ ആ അമ്മേൻ്റെ സ്ലീപ്പ് ഷെഡ്യൂൾ തന്നെ മാറിപ്പോകും. രാത്രി ഒരുപാട് പ്രാവശ്യം എണീക്കേണ്ടി വരും. ബേബി കെയറിങ്, പിന്നെ ഹൗസ് ഹോൾഡ് വർക്ക്സ്, ഫീഡിങ്, ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് റെസ്റ്റ് കിട്ടാണ്ടാവും. അതുകൊണ്ട് ചില അമ്മമാർക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും. ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി എന്നുള്ളത് പല അമ്മമാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബേബീനെ കുറിച്ചിട്ടുള്ള വെറീസ്, ഉറക്കക്കുറവ്, ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് തരും. അപ്പോൾ ഈ സ്ട്രെസ് കാരണം ചില അമ്മമാർ ഫുഡ് വരെ കഴിക്കാണ്ട് നിൽക്കും. അങ്ങനെയും നമ്മളെ വെയിറ്റ് കുറയും. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളെ വെയിറ്റ് കുറയുന്നതും നമ്മളെ മുമ്പത്തെ അതേ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം നോർമലാണ്. പക്ഷെ എത്ര ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് വെക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഡെലിവറീൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. പിന്നെ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ടും സ്ലിം ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ഇതെന്ത് കോല, എന്തിന്നാ ഇങ്ങനെ മെലിഞ്ഞിന്, ഫുഡൊന്നും കഴിക്കലില്ല നീ, ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, റെസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ടോ, ഇങ്ങനെ ചോദിക്കാൻ ശ്രമിക്കാം. മേ ബി അത് ചിലപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളെ ബോഡി 9 മാസം ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോയതാണ്. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും നമ്മൾ ഒരാഴ്ചൻ്റെ ഉള്ളിലോ മാസങ്ങൾക്കുള്ളിലോ നമ്മളെ പഴയ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ഒരു റൂളില്ല. അതേപോലെ നീ തടി വെക്കണം അങ്ങനെ ഒരു റൂളില്ല. തടി വെച്ച ആളോട് നീ മെലിയണം അങ്ങനെയും ഇല്ല. ഓരോ ആൾ ബോഡി ഡിഫറൻസ് ആണ്. ചിലപ്പോൾ മെലിയും, ചിലപ്പോൾ തടി വെക്കും. സോ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല തടി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആവണമെന്നില്ല, അല്ലാണ്ട് നമ്മളങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ തടി വെച്ച ആളെ മനസ്സിൽ ഞാൻ അങ്ങനെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലാന്നായിരിക്കും ചിലപ്പോൾ ഓരാലോചിക്കുന്നത്. അതുകൊണ്ട് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് മെലിഞ്ഞു പോകുന്നത് നോർമലാണ്. പല മദേഴ്സിനും അത് നോർമലാണ്. പക്ഷെ ഇങ്ങനെ വെയിറ്റ് നല്ലോണം കുറയുന്നുണ്ട്, അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല, കഴിച്ചിട്ടും തടി വെക്കുന്നില്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം ഒരു മദറിനെ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 പ്രാവശ്യം ആലോചിക്കുക. കാരണം ആളൊരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ നമുക്ക് തന്നിട്ട് കുറേ ബോഡിയും മൈൻഡും കുറേ ചേഞ്ചസിലൂടെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ സുഖാണോ എന്നുള്ള ക്വസ്റ്റ്യന് ആക്കി മാറ്റാം. നിങ്ങൾ ചോദിക്കുന്ന കാര്യം സുഖം തന്നെയാണോ എന്നുള്ളൊരു ഇതാക്കി മാറ്റാം. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ മദേഴ്സിന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.